ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ ഗ്രൂപ്പ് തിയറിയിലെ വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഈ പ്രോബ്ലംസ് പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുവരെ പഠിപ്പിച്ച ഗ്രൂപ്പ് തിയറിയായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. അത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Prove that a set G together with a binary operation star on G satisfying the following axioms. First one, the binary operation star is associative. Second one, there is an element E in G such that E star A equal to A for every A belongs to G. The third one, for each A belongs to G, there is an element A inverse in G such that A inverse star A equal to E is a group. അതിലൂടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജി എന്ന് പറയുന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്. അതിന് സ്റ്റാർ എന്ന് പറയുന്നൊരു ബൈനറി ഓപ്പറേഷനുണ്ട്. ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഈ പറയപ്പെട്ട സെറ്റിൽ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടാകും. ലെഫ്റ്റിലാണ് ഐഡൻറ്റിറ്റി ഉള്ളത്. ഓക്കെ, ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആണ് ഫോർ എവരി എ ബിലോങ്സ് ടു ജി. അതുപോലെ തന്നെ ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും ഈ ജിയിൽ നിന്ന് ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും എ ഇൻവേഴ്സ് എന്ന് പറയുന്നൊരു എലമെൻറ്റ് ജിയിലുണ്ടായിരിക്കും. സച്ച് ദാറ്റ് എന്താണ് കണ്ടീഷൻ? എ ഇൻവേഴ്സ് എയുടെ ലെഫ്റ്റിൽ എ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇ കിട്ടുന്നുണ്ട്. അതായത് ലെഫ്റ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ എക്സിസ്റ്റൻസ് ഓഫ് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ലെഫ്റ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എലമെൻ്റ് എടുത്താലും ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്, അത് യുണീക്കാണ്. ഏത് എലമെൻ്റ് എടുത്താലും അതിന് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട്, അതും യൂണീക്കാണ്. ഇതാണ് അതിൻ്റെ മീനിങ്. എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നിട്ടുണ്ട്, അതാണ് അതിൻ്റെ മീനിങ്. എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യൂണീക്കാണെന്നാണ് അർത്ഥം. ഓക്കെ, അന്നേരം നമുക്കിവിടെ ഇത്രയും കാര്യങ്ങൾ ഈ സെറ്റ് ജി എന്ന് പറയുന്ന സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആ ജി എന്ന് പറയുന്നത് ഗ്രൂപ്പാണ് എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഗ്രൂപ്പാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം? ഓക്കെ, ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ജി എന്ന് പറയുന്ന നമുക്ക് തന്നിരിക്കുന്ന സെറ്റാണ്, ഇവിടെ തന്നൊരു സെറ്റ്, അതിന് സ്റ്റാർ എന്ന് പറയുന്നൊരു ബൈനറി ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം. അത് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അത് തെളിയിക്കണ്ട. ഇനി സ്റ്റാർ അസോസിയേറ്റീവ് ആയിരിക്കണം. ഓക്കെ, അസോസിയേറ്റീവ് ആയിരിക്കണം ഫസ്റ്റ് കണ്ടീഷൻ ഗ്രൂപ്പ് ആകാനുള്ളത്. അതും ഓൾറെഡി നമുക്ക് G1 തന്നിട്ടുണ്ട്, അസോസിയേറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതും തെളിയിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് ഗ്രൂപ്പ് എന്നാണ് തെളിയിക്കാനുള്ളത്. ഇനി അടുത്ത ഗ്രൂപ്പ് തെളിയിക്കാൻ എന്താണ്? ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം, റൈറ്റ് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. ഇത് രണ്ടും തുല്യവുമായിരിക്കണം. ഓക്കെ, ഇതാണ് തേർഡ് വൺ നമുക്ക് സെക്കൻഡ് വൺ നമുക്ക് തെളിയിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അന്നേരം ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഗ്രൂപ്പ് തെളിയിക്കാനായിട്ട് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി മാത്രം പോരാ, റൈറ്റ് ഐഡൻറ്റിറ്റിയും വേണം. ഓക്കെ, ഇത് രണ്ടും തുല്യമായും വേണം. അതിൽ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഈ ആണ് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റൈറ്റ് ഐഡൻറ്റിറ്റിയും ഇത് തന്നെയാണെന്ന് തെളിയിച്ചാൽ മതിയല്ലോ. അത് ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമുക്കിനി എന്താണ് തെളിയിക്കാനുള്ളത്? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ആണ് എന്ന് കൂടി തെളിയിച്ചാൽ മതി ഫോർ എവരി എ ബിലോങ്സ് ടു ജി. ഓക്കെ, അതിൽ നമുക്ക് ഗ്രൂപ്പും തെളിയിക്കാനായിട്ട് ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു കാര്യമാണ്, എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് തെളിയിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് വേണം തെളിയിക്കാൻ? ഗ്രൂപ്പാണ്. ഇപ്പം ഈ പറഞ്ഞ കാര്യം കൂടി തെളിയിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷനും ഓക്കെ, G2 ഓക്കെ. ഓക്കെ, ഇനി G3 ഗ്രൂപ്പിൻ്റെ കണ്ടീഷനിൽ G3 പറയുന്നതാണ് ഏത് എലമെൻ്റ് എടുത്താലും അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ഏതൊരു എലമെൻ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിന് അതിൻ്റെ ഇൻവേഴ്സ്, അതായത് എ ഇൻവേഴ്സ് എന്ന് പറയുന്നൊരു എലമെൻ്റ് എക്സിസ്റ്റ് ചെയ്യണം. എന്താണ് കണ്ടീഷൻ? എ ഇൻവേഴ്സ് സ്റ്റാർ എ എന്ന് പറയുന്നതും എ സ്റ്റാർ എ ഇൻവേഴ്സ് എന്ന് പറയുന്നതും എന്തായിരിക്കണം? ഇ ആയിരിക്കണം. ഓക്കെ, ഇത് സംഭവിക്കണം. ഓക്കെ, അതിന് ഓൾറെഡി എ ഇൻവേഴ്സ് സ്റ്റാർ എ ഈക്വൽ ടു ഇ ആണ്, അത് സംഭവിക്കുന്നുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിന് ഗ്രൂപ്പം തെളിയിക്കാൻ ഇനി രണ്ടാമത് നമുക്കിനി എന്തുകൂടി തെളിയിച്ചാൽ മതി? ഈ സാധനം കൂടി തെളിയിച്ചാൽ മതി. എ സ്റ്റാർ എ ഇൻവേഴ്സ്, അത് റൈറ്റ് ഇൻവേഴ്സ് കൂടി ഉണ്ട് എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, എ ഇൻവേഴ്സ് ആണ് ലെഫ്റ്റ് ഇൻവേഴ്സ് ഫോർ എവരി എ ബിലോങ്സ് ടു എ. അങ്ങനെയെങ്കിൽ എ ഇൻവേഴ്സ് തന്നെയാണ് റൈറ്റ് ഇൻവേഴ്സ് ഒന്നുകൂടി തെളിയിച്ചാൽ മതി. എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ആണ് എന്നുകൂടി തെളിയിച്ചാൽ മതി. ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും എ ഇൻവേഴ്സ് എന്ന് പറയുന്നൊരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് റൈറ്റിലും ഓക്കെ ആണ്, എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ആണ് എന്ന് കൂടി തെളിയിച്ചാൽ മതി. അന്നേരം നമുക്ക് ഗ്രൂപ്പം തെളിയിക്കാൻ രണ്ട് കാര്യങ്ങൾ കൂടി തെളിയിച്ചാൽ മതി. അതായത് റൈറ്റ് ഇൻവേഴ്സും റൈറ്റ് ഐഡൻറ്റിറ്റിയും റൈറ്റ് ഇൻവേഴ്സും കൂടി ഉണ്ട് എന്ന് തെളിയിച്ചാൽ മതിയാകും. അങ്ങനെയെങ്കിൽ ഗ്രൂപ്പായി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ?
അന്നേരം നമുക്കെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്, സ്റ്റാർ അസോസിയേറ്റീവ് എന്ന് തന്നിട്ടുണ്ട്. അതായത് എ സ്റ്റാർ ഓഫ് ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സിക്ക് തുല്യമാണ് ഫോർ എനി എ കോമ ബി കോമ സി ബിലോങ്സ് ടു ജി. അത് ഓൾറെഡി തന്നിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തെഴുതി. ഇനി നമുക്ക് തെളിയിക്കാനുള്ളത് ഞാൻ പറഞ്ഞു, ലെഫ്റ്റ് ഐഡൻറ്റിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എന്തിന് തുല്യമാണ്? റൈറ്റ് ഐഡൻറ്റിറ്റിക്ക് തുല്യമാകണം തെളിയും. വി നീഡ് ടു ഷോ ദാറ്റ് എ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് എ റൈറ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ലെഫ്റ്റ് ഐഡൻറ്റിറ്റി തന്നെയാണ് റൈറ്റ് ഐഡൻറ്റിറ്റി എന്ന് തെളിയിക്കണം. ആൻഡ് ദാറ്റ് എ ലെഫ്റ്റ് ഇൻവേഴ്സ് ഈസ് എ റൈറ്റ് ഇൻവേഴ്സ്. ലെഫ്റ്റ് ഇൻവേഴ്സ് തന്നെയാണ് റൈറ്റ് ഇൻവേഴ്സ് എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് തെളിയിക്കാനുള്ളത്. അതിന് ആദ്യം നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഐഡൻറ്റിറ്റി തെളിയിക്കാം. ഓക്കെ, അതായത് റൈറ്റ് ഐഡൻറ്റിറ്റി വെച്ചാൽ ഏതൊരു എലമെൻറ്റ് എ എടുത്താലും അതിൻ്റെ റൈറ്റിൽ ഐഡൻറ്റിറ്റി കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ തന്നെ കിട്ടണം. ഓക്കെ, ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഓക്കെ, അന്നേരം ഫസ്റ്റ് ടു പ്രൂവ് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഫോർ എവരി എ ബിലോങ്സ് ടു ജി. ഇതാണ് നമുക്ക് ആദ്യം തെളിയിക്കാനുള്ളത്. നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, ഇതാണ് ഇനി നമുക്ക് തെളിയിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അസോസിയേറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്, ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടെത്താനുള്ളതാണ്. ഓക്കെ, റൈറ്റ് ഐഡൻറ്റിറ്റി, റൈറ്റ് ഇൻവേഴ്സ്. അന്നേരം ആദ്യം നമ്മൾ റൈറ്റ് ഐഡൻറ്റിറ്റി കണ്ടെത്താൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓൾറെഡി നമുക്കിതാ ഈ GL2 പറയുന്നത് അതായത് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി. ഓക്കെ, ലെഫ്റ്റ് ഐഡൻറ്റിറ്റി പറയുന്നത് ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആണ് ഫോർ എവരി എ ബിലോങ്സ് ടു ജി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇ സ്റ്റാർ എ എന്ന് പറയുന്നത് എ ആണ് ഫോർ എവരി എ ബിലോങ്സ് ടു ജി. അതായത് ഗ്രൂപ്പിലെ ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും ഇ സ്റ്റാർ എ തന്നെ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഗ്രൂപ്പിലൊരു ഏത് എലമെൻറ്റ് ഈ എയുടെ പ്ലേസിൽ കൊടുത്തു കഴിഞ്ഞാലും ഔട്ട്പുട്ട് എ തന്നെ കിട്ടുമെന്നർത്ഥം. ഓക്കെ, ഗ്രൂപ്പല്ല, സോറി സെറ്റില്ല, ഗ്രൂപ്പല്ലേ, സെറ്റാണ് ജി എന്ന് പറയുന്നത്. നമ്മൾ ഗ്രൂപ്പ് എന്ന തെളിയിക്കാനുള്ളൂ. ഈ സെറ്റിലെ ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും ഈ പറയപ്പെട്ട കണ്ടീഷൻ ഹോൾഡ് ചെയ്യുമെന്ന് തന്നിട്ടുണ്ട്. അതിൽ എക്ക് വരെ ഏത് എലമെൻറ്റ് വേണമെങ്കിലും കൊടുക്കാവേ. ഞാൻ ഈ ജിയിൽ നിന്നും ഇ എന്ന് പറയുന്ന എലമെൻറ്റ് എടുക്കും. ഓക്കെ, ജിയിൽ നിന്ന് കാര്യം ഇ എന്ന് പറയുന്നത് ജിയിൽ എലമെൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ GL2 തന്നിട്ടുണ്ട്. ആൻഡ് ദർ ഈസ് ആൻ എലമെൻറ്റ് ഇ ഇൻ ജി. ഓക്കെ, അന്നേരം ഇ എന്ന് പറയുന്ന എലമെൻറ്റ് എടുക്കുന്നു. ഇ എന്ന് പറയുന്ന എലമെൻറ്റ് ഈ എക്ക് വരെ ഏത് എലമെൻറ്റും കൊടുക്കാമെന്നാണല്ലോ. അന്നേരം എക്ക് വരെ ഞാൻ ഇ എന്ന് പറയുന്ന എലമെൻറ്റ് കൊടുക്കുന്നു. അന്നേരം ഇ എന്ന് പറയുന്ന എലമെൻറ്റ് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഇ സ്റ്റാർ എക്ക് വരെ ഇ കൊടുക്കുമ്പോൾ ഇ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ എന്ന് വരത്തില്ലേ? ഇത് ട്രൂ ആയിരിക്കും. കാര്യം നമ്മളിത് തന്നിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അന്നേരം അത് നമ്മളതിൽ ഉണ്ട്. അത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം എഴുതാം. ഇ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ ആണ്. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് അങ്ങനെയെങ്കിൽ ഇക്ക് പകരം നമുക്ക് GL3 അപ്ലൈ ചെയ്യാം. GL3 എന്താണ്? GL3 ഇ എന്ന് വെച്ചാൽ എന്തിന് തുല്യമാണ്? എ ഇൻവേഴ്സ് സ്റ്റാർ എക്ക് തുല്യമാണ്. ശരിയല്ലേ? അന്നേരം ഞാൻ അവിടെ ഇക്ക് വരെ അപ്ലൈ ചെയ്യുന്നു. അവിടെ എ ഇൻവേഴ്സ് സ്റ്റാർ എ. ഓക്കെ, ബാക്കി ഒരു ഇ ഉണ്ട്, അത് അതുപോലെ തന്നെ ഇട്ടു. ഈ ഇക്കും എന്താ കൊടുത്തു? എ ഇൻവേഴ്സ് സ്റ്റാർ എ എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഇവിടെ GL3 പറയുന്നത് ഏതൊരു എ എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ജിയിലുണ്ടായിരിക്കും. ഓക്കെ, സച്ച് ദാറ്റ് അത് ലെഫ്റ്റിലായിരിക്കും എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിന് ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഉണ്ട്. ഓക്കെ, അത് എന്ത് ഇൻവേഴ്സാണ്? ലെഫ്റ്റ് ഇൻവേഴ്സാണ് എന്നാണ് പ്രത്യേകത. ഓക്കെ, അന്നേരം ഏത് എലമെൻറ്റ് എടുത്താലും ഒരു ഇൻവേഴ്സ് ഉണ്ട്, പക്ഷേ അത് ലെഫ്റ്റ് ഇൻവേഴ്സ് മാത്രമാണ്. ഇതാണ് നമുക്ക് GL3 തന്നിരിക്കുന്നത്. ഓക്കെ, അന്നേരം എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്താൽ അതിന് ഇൻവേഴ്സ് ഉണ്ട്, എ ഇൻവേഴ്സ്, അത് ലെഫ്റ്റ് ഇൻവേഴ്സ് ആണെന്നേ ഉള്ളൂ. ഇനി ഏത് എലമെൻറ്റ് ഗ്രൂപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം എ എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് എ ഇൻവേഴ്സും ജിയിൽ എലമെൻ്റാണ് എന്നാണ് ഈ തന്നിരിക്കുന്ന എ ഇൻവേഴ്സും ജി. അങ്ങനെയെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന എലമെൻ്റ് എടുത്താൽ അതിനും ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. കാര്യം ഏതൊരു എ ജിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിന് ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ജിയിലുണ്ട് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അന്നേരം എ എന്ന് പറയുന്ന എലമെൻ്റ് എടുത്താൽ അതിൻ്റെ ഇൻവേഴ്സ് ജിയിലുണ്ട്. ഇനി എ ഇൻവേഴ്സ് എന്ന് പറയുന്ന എലമെൻ്റ് എടുത്താൽ അതിൻ്റെ ഇൻവേഴ്സും ജിയിലുണ്ടാകും. അതായത് എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സും എവിടെ ഉണ്ടാകും? ജിയിലുണ്ടാകും. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അന്നേരം എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സും ഈ ജിയിലുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം, GL3 പ്രകാരം. ഓക്കെ, അന്നേരം എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ജിയിലുണ്ടെന്ന് മനസ്സിലായി. ആ ജിയിലുള്ള എലമെൻറ്റ് ഞാൻ എന്താ ഇപ്പം നമ്മൾ ഇവിടം വരെയല്ലേ പറഞ്ഞു നിർത്തിയത്, ഈ രണ്ട് സൈഡിൻ്റെയും ലെഫ്റ്റിലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇതിൻ്റെയും ലെഫ്റ്റിൽ ഞാൻ എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി
ഞാൻ അസോസിയേറ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഇത് എ സ്റ്റാർ ഇത് ബി സ്റ്റാർ സി എന്നാണ്. എ സ്റ്റാർ ബി സ്റ്റാർ സി ഫോമിലാണല്ലോ. അതിന് നമുക്ക് അസോസിയേറ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ കാര്യം അസോസിയേറ്റ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അന്നേരം എ സ്റ്റാർ ഓഫ് ബി സ്റ്റാർ സി എ സ്റ്റാർ ബി ഈ ആദ്യത്തെ 2 ടേം ഒരുമിച്ചാക്കി എ സ്റ്റാർ ബി സ്റ്റാർ സി അത് എ, പിന്നുള്ള ടേമാണ് അതുപോലെ ഇട്ടു ഇ, അതുപോലെ തന്നെ ഇട്ടു. അതുപോലെ തന്നെ ഇവിടെയും അതേ കണക്കാണ് എ സ്റ്റാർ ഓഫ് ബി സ്റ്റാർ സി. എ സ്റ്റാർ ഓഫ് ബി സ്റ്റാർ സി ഇങ്ങനെ എ സ്റ്റാർ ബി ആദ്യത്തെ 2 എണ്ണം ഒരുമിച്ചാക്കി സ്റ്റാർ സി. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് ലെഫ്റ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു എലമെൻറ്റ് ജിയുടെ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് സ്റ്റാർ എ എന്ന് പറയുന്നത് ഇ ആയിരിക്കും. ജിയിലെ ഏതൊരു എലമെൻറ്റ് എ എടുത്ത് കഴിഞ്ഞാലും അതിന് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏതൊരു എലമെൻറ്റ് ജിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഓക്കെ എ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യും. എ ഇൻവേഴ്സ് സ്റ്റാർ എ എന്ന് പറയുന്നത് ഇ ആണ് എന്ന് തന്നിട്ടുണ്ട്. അത് എയ്ക്ക് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് നമുക്ക് നോക്കുക, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണേ. അതായത് ഒരു എലമെൻറ്റ് അതിൻ്റെ ഇൻവേഴ്സ് സ്റ്റാർ ഈ എലമെൻറ്റ് തന്നെ വന്നു കഴിഞ്ഞാൽ ഇ ആകും എന്നുള്ളൊരു ഫോമിലാണല്ലോ കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് അതിൻ്റെ ഇൻവേഴ്സ് സ്റ്റാർ ഈ എലമെൻറ്റ് എ ഇൻവേഴ്സ് വന്നു കഴിഞ്ഞാലും ഈ തന്നെ ആയിരിക്കുമല്ലോ. ശരിയല്ലേ, ക്ലിയർ ആണല്ലോ. കാര്യം ഏതൊരു എലമെൻറ്റിനും ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൽ എ ഇൻവേഴ്സിനും ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. എ ഇൻവേഴ്സിന് ഇൻവേഴ്സ് എന്താണ്? എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ്. ഓക്കെ, അന്നേരം എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ ആയിരിക്കും ബൈ GL3. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറയാം, ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിന് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട്. അതായത് എ ഇൻവേഴ്സ് സ്റ്റാർ എ എന്ന് പറയുന്നത് ഇ ആണ്. ഓക്കെ, എയുടെ ഇൻവേഴ്സാണ് എ ഇൻവേഴ്സ്. അതുപോലെ തന്നെ ഏതൊരു എലമെൻറ്റ് എ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിനും ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഇൻവേഴ്സിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു, എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ഇ ആയിരിക്കും കിട്ടുന്നത് ബൈ ദ ഈ കണ്ടീഷൻ GL3. ഓക്കെ ആണല്ലോ. അത് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ്. അതിന് എനിക്ക് എന്തോ കൊടുക്കാം? ഇ എന്ന് കൊടുക്കാം. അത് നമ്മുടെ കയ്യിലുള്ള സാധനം. ബാക്കിയുള്ള അതുപോലെ തന്നെ ഇട്ടു എ സ്റ്റാർ ഇ. ഓക്കെ, ഇവിടെയും ഇതിന് എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സിന് ഇ എന്ന് കൊടുക്കാമല്ലോ. അന്നേരം ഇ എന്ന് കൊടുത്തു, ബാക്കി സ്റ്റാർ എ അതുപോലെ തന്നെ ഇട്ടു. ഓക്കെ, ഇതെല്ലാം GL3 ഉപയോഗിച്ചാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കി ഇ സ്റ്റാർ എ. ഇ സ്റ്റാർ എ എന്താണ്? GL2 പറയുന്നത് എന്താണ്? ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടെന്നാണ്. ഇ സ്റ്റാർ എ ആണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അന്നേരം ഇ സ്റ്റാർ എക്ക് ഒരു എ കൊടുക്കാമല്ലോ. ഇവിടെയും ഇ സ്റ്റാർ എക്ക് ഒരു എന്ത് കൊടുക്കാം? എ എന്ന് കൊടുക്കാം. ഇത് നമ്മുടെ കയ്യിലുള്ള സാധനമാണ്. അതായത് ഇതിന് പകരം ഞാൻ എ എന്ന് കൊടുത്തു. ഓക്കെ, ബാക്കി ഇ അതുപോലെ തന്നെ ഇട്ടു. ഇവിടെയും ഇ സ്റ്റാർ എക്ക് വരാം എ എന്ന് കൊടുത്തു. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് കിട്ടി. അതല്ലേ നമുക്ക് തെളിയിക്കേണ്ട സാധനം. അത് ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിന് റൈറ്റ് ഇൻവേഴ്സ് ഉണ്ട്, അത് ഇ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടായിരുന്നു. ഓക്കെ, ലെഫ്റ്റ് ഇൻവേഴ്സ് ഇ ആണെന്നറിയാം, അതേ ഇൻവേഴ്സ് തന്നെയാണ് റൈറ്റ് ഇൻവേഴ്സ് എന്ന് തെളിയിക്കണമായിരുന്നു. അത് നമുക്കിതാ കിട്ടി. സോ ലെഫ്റ്റ് ഇൻവേഴ്സ് ഇ ആണെങ്കിൽ റൈറ്റ് ഇൻവേഴ്സും ഇ തന്നെയാണ് എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അന്നേരം അതും ഓക്കെ ആയി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് തെളിയിക്കാനുള്ളത് ലെഫ്റ്റ് ഇൻവേഴ്സ് ലെഫ്റ്റ് തൊട്ട് മുമ്പ് പറഞ്ഞത് ഇൻവേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഐഡൻറ്റിറ്റി, ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട് എങ്കിൽ റൈറ്റ് ഐഡൻറ്റിറ്റിയും ഉണ്ട് എന്ന് ക്ലിയറായി. ഓക്കെ, ഐഡൻറ്റിറ്റി ഇൻവേഴ്സിലാണ് വായിന്ന് തിരിഞ്ഞു പോകുന്നത്. ഓക്കെ, തിരുത്തിക്കോണേ ഞാൻ പറയുന്നത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. അന്നേരം ലെഫ്റ്റ് ഐഡൻറ്റിറ്റി, ഓക്കെ, ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ആണെങ്കിൽ ഈ ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയാണ്. അങ്ങനെ റൈറ്റ് ഐഡൻറ്റിറ്റിയും ഇ തന്നെയാണ് എന്ന് തെളിയിക്കണമായിരുന്നു. അതാണ് നമ്മളിപ്പോൾ തെളിയിച്ചത്. എ സ്റ്റാർ ഇ ഈക്വൽ ടു എ എന്ന് കിട്ടി. ഇനി ലെഫ്റ്റ് ഇൻവേഴ്സാണ് അടുത്ത് നമുക്ക് തെളിയിക്കണം. ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട്, റൈറ്റ് ഇൻവേഴ്സ് നമുക്ക് തെളിയിക്കണം. ഓക്കെ, എ ഇൻവേഴ്സ് ലെഫ്റ്റ് ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ എ ഇൻവേഴ്സ് റൈറ്റ് ഇൻവേഴ്സ് ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അന്നേരം എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു എ എന്നാണ് നമുക്ക് ഇനി തെളിയിക്കാനുള്ളത്. ഓൾറെഡി നമ്മളെ കയ്യിലുള്ളത് എ ഇൻവേഴ്സ് സ്റ്റാർ എ എന്ന് പറയുന്നത് ഇ ആണ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമുക്കന്നേരം ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഈ സാധനം നമ്മുടെ കയ്യിലുണ്ട്. ലെഫ്റ്റ് ഇൻവേഴ്സ് എ ഇൻവേഴ്സ് സ്റ്റാർ എ ഈക്വൽ ടു ഇ ആണെന്നുണ്ട്. ഓക്കെ, GL3. അങ്ങനെയെങ്കിൽ ഞാനിവിടെ അടുത്ത ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ എ ഇൻവേഴ്സ് കൊണ്ട് രണ്ടിടത്തും ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ടേമിൻ്റെ റൈറ്റിലും എ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഈയുടെ റൈറ്റിലും എ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് വേണ്ട, റൈറ്റിലും എ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡ് ഞാൻ അതുപോലെ തന്നെ എഴുതി. റൈറ്റ് സൈഡ് ഇ സ്റ്റാർ എ ഇൻവേഴ്സ്. ഇ സ്റ്റാർ എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്?
എ ഇൻവേഴ്സ് ആണ്. അത് എവിടെ നിന്ന് കിട്ടി? അവിടെ ഇ സ്റ്റാർ എ ഈക്വൽ ടു എന്താണ്? എ ആണ്. ജിയിലെ ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും ഇയുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ എലമെൻറ്റാണ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ജിയിലെ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന എലമെൻറ്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താലും എ ഇൻവേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അത് അപ്ലൈ. ഇനി നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പോവാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത അതേ ഐഡിയ തന്നെയാണ്. എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ടേമിൻ്റെ ലെഫ്റ്റിലും എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു, ഇതിൻ്റെ ലെഫ്റ്റിലും എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് അതായി എഴുതിയിരിക്കുന്നത്. രണ്ടിടത്ത് ഓപ്പറേറ്റ് ചെയ്തു. ഇനി അതിനുശേഷം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് എ ആയിട്ട് എടുക്കുന്നു, സ്റ്റാർ. ഇത് ബി സ്റ്റാർ സി. എ സ്റ്റാർ ഓഫ് ബി സ്റ്റാർ സി, എ സ്റ്റാർ ബി ഇത് ഒരുമിച്ചാക്കുന്നു, സ്റ്റാർ സി. ഓക്കെ ആണല്ലോ? അതാണിതാ ഇവിടെ എ സ്റ്റാർ ബി സ്റ്റാർ സി. ഓക്കെ, ബാക്കി ഒരു എ ഇൻവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എഴുതി. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ് GL3 ഉപയോഗിച്ച് ഇതെന്താണ്? ഐഡൻറ്റിറ്റിയാണ്, ഇ ആണ്. കാര്യം എ ഇൻവേഴ്സ് സ്റ്റാർ എ എന്ന് വെച്ചാൽ എന്താണ്? ഇ ആണ്. ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എ ഇൻവേഴ്സ് സ്റ്റാർ എ എന്ന് വെച്ചാൽ ഇ ആണ്. സോ എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് സ്റ്റാർ എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഇ ആയിരിക്കും. ഓക്കെ, അന്നേരം അത് ഇ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതാ ഇവിടെ അതേ സാധനം തന്നെ തൊട്ട് മുമ്പ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത അതേ സാധനം. ഓക്കെ, ഇത് ഇ ആണെന്ന് എഴുതാമല്ല. അതിന് വരെ ഞാൻ ഇ എന്ന് കൊടുത്തു. ഇത് ഇ ആകുമ്പോൾ ഈ സ്റ്റാർ ഇവിടെ ഒരു എ ഉണ്ട്, സ്റ്റാർ എ, പിന്നെ ഒരു സ്റ്റാർ എ ഇൻവേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? എന്താണ് ഇ സ്റ്റാർ എ? ഇ സ്റ്റാർ എ, ഇ സ്റ്റാർ എ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇ സ്റ്റാർ എ എന്ന് വെച്ചാൽ എ ആണ്. അന്നേരം അതിനൊരു എ എന്ന് കൊടുക്കാം. സോ എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ എന്ന് കിട്ടി. അതല്ലേ നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നു? എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ. അതായത് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ റൈറ്റ് ഇൻവേഴ്സും ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, അന്നേരം ഗ്രൂപ്പ് ആകാനുള്ള എല്ലാ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞല്ലോ. അതായത് അസോസിയേറ്റീവ് ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടെന്ന് തന്നു. അത് തന്നെയാണ് റൈറ്റ് ഇൻവേഴ്സും തെളിയിച്ചു. ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് റൈറ്റ് ഐഡൻറ്റിറ്റി എന്ന് നമ്മൾ തെളിയിച്ചു. ഓക്കെ, അന്നേരം ഗ്രൂപ്പ് ആകാനുള്ള എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് നമുക്ക് പറയാം ജി ഈസ് എ ഗ്രൂപ്പ് വിത്ത് ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ. ഓക്കെ ആണല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. ലെറ്റ് ആർ സ്റ്റാർ ബി ദി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 0. ഡിഫൈൻ സ്റ്റാർ ഓൺ ആർ സ്റ്റാർ ബൈ ലെറ്റിംഗ് എ സ്റ്റാർ ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു ബി. അന്നേരം ഈ ക്വസ്റ്റ്യൻ പറയുന്നതിന് മറ്റൊരു കാര്യം, തൊട്ടുമുമ്പത്തെ നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ സ്റ്റാർ അസോസിയേറ്റീവ് ആണ്, ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്, ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട്, അങ്ങനെ ഗ്രൂപ്പാണ്. ഓക്കെ, ഈ ഒരു നമ്മൾ ചെയ്ത തിയറം അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ചില പ്രോബ്ലംസ് തന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പാണെന്ന് തെളിയിക്കാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഗ്രൂപ്പാണ് എന്ന് തെളിയിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നുകൂടിയാണ്, ഒരു റിസൾട്ട് കൂടിയാണ്. അന്നേരം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഗ്രൂപ്പാണ് എന്ന് തെളിയിക്കാനായിട്ട്, ഓക്കെ, ഏതെങ്കിലും ഇതേപോലെ ഒരു സെറ്റ് തന്നിട്ട് അത് ഗ്രൂപ്പാണെന്ന് തെളിയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടുമുമ്പത്തെ തിയറം അല്ലെങ്കിൽ ആ പ്രോബ്ലം പ്രകാരം നമുക്ക് അസോസിയേറ്റീവ് ആണെന്നും ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടെന്നും ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടെന്നും മാത്രം തെളിയിച്ചാൽ മതിയാകും. ഓക്കെ, കാര്യം അസോസിയേറ്റീവ് ആണ്, ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്, അത് യുണീക്കാണ്, ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട്, അത് യുണീക്കാണ് എന്ന് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ആകുമെന്ന് നമ്മൾ ഓൾറെഡി തെളിയിച്ച് കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി ഗ്രൂപ്പാണ് എന്ന് തെളിയിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താലും മതി എന്നാണ് ആ ഒരു തിയറം അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരുന്ന മെസ്സേജ്. ഓക്കെ, അന്നേരം അത് നമുക്ക് പല ക്വസ്റ്റ്യൻസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഇന്ന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യും, ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അന്നേരം ഗ്രൂപ്പാണെന്ന് തെളിയിക്കാനായിട്ട് ആ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ, ആ തിയറം പറയുന്ന പ്രകാരം ആ പറയപ്പെട്ട 3 കാര്യങ്ങൾ G1, GL2, GL3 തെളിയിച്ചാലും മതിയാകും. ഓക്കെ ആണല്ലോ? അന്നേരം GL2, GL3 എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ലെഫ്റ്റ് ഐഡൻറ്റിറ്റി, ലെഫ്റ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ലെഫ്റ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഒന്നേ ഉള്ളൂ, ലെഫ്റ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് യുണീക്കാണ്. ഇതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, യുണീക്കാണെന്നുള്ള മീനിങ് കൂടി അവിടെ ഉണ്ട്. ഓക്കെ, അത് പ്രത്യേകം മൈൻഡിലുണ്ടായിരിക്കണം. അന്നേരം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആർ സ്റ്റാർ എന്ന് പറയുന്ന സെറ്റാണ്. ആർ സ്റ്റാർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം റിയൽ നമ്പേഴ്സിൽ 0 ഉണ്ടായിരിക്കില്ല. ഓക്കെ, അത്തരത്തിലൊരു സെറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ, ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ സ്റ്റാർ ബി, ഏത് 2 എലമെൻറ്റ് ആർ സ്റ്റാറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അവ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ് ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റ് എന്നുള്ള ഫോമിലാണ്. ഇതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. ഫസ്റ്റ് ഈ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. നമുക്കത് തന്നെ ആദ്യം നോക്കാം. അസോസിയേറ്റീവ് ആണെങ്കിൽ അത് നമുക്ക് തന്നിരിക്കുന്ന എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ മോഡ് എ ഇൻറ്റു ബി ആണ്. 3 എലമെൻറ്റ് വേണം അസോസിയേറ്റീവ് ആണെങ്കിൽ എ ബി സി. ആദ്യം എ സ്റ്റാർ ബി സ്റ്റാർ സി കാൽക്കുലേറ്റ് ചെയ്യുന്നു. എ സ്റ്റാർ ബി സ്റ്റാർ സിയും എ സ്റ്റാർ ഓഫ് ബി സ്റ്റാർ സിയും തുല്യമാണെന്ന് നോക്കുക എന്നുള്ളതാണ് ജോലി. അത് എ സ്റ്റാർ ബി സ്റ്റാർ സി കാൽക്കുലേറ്റ് ചെയ്യുന്നു.
അത് എ സ്റ്റാർ ബിക്കകത്ത് ഞാൻ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, മോഡ് എ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ് ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റ്, അതാണല്ലോ. സ്റ്റാർ സി അതുപോലെ തന്നെ കിട്ടും. വീണ്ടും ഇത് എ സ്റ്റാർ ബി എന്നുള്ള ഫോമിലായി. ഇതാണ് എ എന്ന് പറയുന്നത്, ഇതാണ് ബി എന്ന് പറയുന്നത്. എ സ്റ്റാർ ബി എന്താണ്, ആദ്യത്തെ എലമെൻറ്റിൻ്റെ മോഡുലസ്, അന്നേരം ആദ്യത്തെ മോഡുലസ് കൊടുത്താൽ മതി, ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റ് സി അതുപോലെ തന്നെ എഴുതി. ഓക്കെ ആണല്ലോ. അന്നേരം മോഡുലസ് ഓഫ് മോഡ് എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് വരും. ഓക്കെ, ഓൾറെഡി ഒരു മോഡുലസ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ അതിനകത്തൊരു മോഡുലസ് വേണമെന്നില്ല, കാര്യം പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിക്കോളും. ഓക്കെ, അതിനകത്തെ മോഡുലസ് നമുക്ക് ഒഴിവാക്കാം. അന്നേരം മോഡ് എ ബി ഇൻറ്റു സി എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി എ സ്റ്റാർ ഓഫ് ബി സ്റ്റാർ സി കാൽക്കുലേറ്റ് ചെയ്യുന്നു. എ സ്റ്റാർ ഞാൻ അതുപോലെ തന്നെ ഇട്ടു. ബി സ്റ്റാർ സിക്കകത്ത് നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു, ബൈനറി ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നു. ബി സ്റ്റാർ സി എന്ന് വെച്ചാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ് ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ് മോഡ് ബി ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റ് സി. ഓക്കെ ആണല്ലോ. വീണ്ടും എ സ്റ്റാർ ബി, ഇത് എ സ്റ്റാർ ഇത് ബി. എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ എന്താ വരും, ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ്, അത് എയുടെ മോഡുലസ് ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റ് അതുപോലെ എടുത്ത് എഴുതുക, അതായത് മോഡ് ബി ഇൻറ്റു സി. ഓക്കെ ആണല്ലോ. ഇതിപ്പോൾ മോഡ് എ ഇൻറ്റു മോഡ് ബി എന്നൊന്നല്ല, മോഡ് എ ഇൻറ്റു മോഡ് ബി എന്താണ്, മോഡ് എ ബി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ അതിനെ മോഡ് എ ബി എന്ന് എഴുതാം. അന്നേരം മോഡ് എ ബി ഇൻറ്റു സി എന്ന് എഴുതാം. രണ്ടും ഒന്നല്ലേ കിട്ടിയത്. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 നോക്കുക. എ സ്റ്റാർ ബി സ്റ്റാർ സിയും എ സ്റ്റാർ ഓഫ് ബി സ്റ്റാർ സിയും സെയിം ആണ്, സോ സ്റ്റാർ അസോസിയേറ്റീവ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഷോ ദാറ്റ് ദർ ഈസ് എ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഫോർ സ്റ്റാർ ആൻഡ് എ റൈറ്റ് ഇൻവേഴ്സ് ഫോർ ഈച്ച് എലമെൻറ്റ് ഇൻ ആർ സ്റ്റാർ. ഈ പറയപ്പെട്ട ഓപ്പറേഷനിൽ ഒരു ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് റൈറ്റ് ഇൻവേഴ്സും ഉണ്ട് എന്നാണ് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഏതെങ്കിലും ഒരു ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് കണ്ടെത്തുക, ഏത് എലമെൻ്റ് എടുത്താലും റൈറ്റ് ഇൻവേഴ്സ് ഉണ്ടെന്ന് തെളിയിക്കുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, അങ്ങനെയെങ്കിൽ ഈ ആർ സ്റ്റാർ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ബൈനറി ഓപ്പറേഷനിൽ ഗ്രൂപ്പാണോ എന്നുള്ളതാണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഒരു ലെഫ്റ്റ് ഐഡൻറ്റിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് ജോലി. നമുക്കിവിടെ തന്നിരിക്കുന്ന ഡെഫിനേഷൻ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് മോഡ് എ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ് ഇൻറ്റു രണ്ടാമത്തെ എലമെൻ്റ് എന്നാണ്. ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എലമെൻറ്റ്, ഓക്കെ, ഒരു ഫിക്സഡ് എലമെൻറ്റ് ഈ സെറ്റിൽ ആർ സ്റ്റാറിൽ ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ എ തന്നെ കിട്ടണം. അത്തരത്തിലൊരു എലമെൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അന്നേരം ഡെഫിനിഷൻ പ്രകാരം ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം? ഡെഫിനിഷൻ പ്രകാരം രണ്ട് എലമെൻറ്റ് തമ്മിലുള്ള സ്റ്റാർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ്, ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്, ഇതാണെന്ന് നമുക്കറിയത്തില്ല. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ് ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റ്, ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടാനുള്ളത്? എ എന്ന് കിട്ടണം. ഓക്കെ, അത്തരത്തിൽ ഒരു എലമെൻ്റാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനെയാണ് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഏത് എലമെൻറ്റ് വന്നാലായിരിക്കണം സ്വാഭാവികമായിട്ടും എ വരുന്നത്? കാര്യം ഇവിടെ ഏതോ ഒരു എലമെൻറ്റ് ഇൻറ്റു എ ആണ് എ എന്ന് കിട്ടേണ്ടത്. ഓക്കെ, അന്നേരം ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം, എന്ത് നമ്പർ കൊണ്ട് എനെ മൾട്ടിപ്ലൈ ചെയ്താലേ എ തന്നെ കിട്ടുന്നത്? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ. അന്നേരം 1 ഒരു ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഈ ഒരു ഐഡിയ പ്രകാരം? ഓക്കെ ആണല്ലോ. അത് നോക്കുക. അപ്പം നമുക്ക് ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്നാണ് തെളിയിക്കാനുള്ളത്. ഓക്കെ, ഇയുടെ പ്ലേസിൽ ഞാൻ 1 ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, അന്നേരം 1 സ്റ്റാർ എ കിട്ടുന്നതെന്ന് നോക്കാം. 1 സ്റ്റാർ എ എന്ന് വെച്ചാൽ ഡെഫിനിഷൻ പ്രകാരം ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ് ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റ്. മോഡ് 1 എന്ന് വെച്ചാൽ 1 ആണ്. അന്നേരം 1 ഇൻറ്റു എ ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടുന്നുണ്ട്. സോ 1 എന്താണ്? ഒരു ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ, 1 ഒരു ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അന്നേരം ഒരു ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്, 1 ആണ്. ഓക്കെ, ഇനി ഏത് എലമെൻ്റ് എടുത്താലും റൈറ്റ് ഇൻവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് തെളിയിക്കാനുള്ളത്. അതായത് റൈറ്റ് ഇൻവേഴ്സ് വെച്ചാൽ നമുക്കറിയാം എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇപ്പോൾ കിട്ടിയ ഐഡൻറ്റിറ്റി ഇ ആണ് ഐഡൻറ്റിറ്റി. അതായത് ഇവിടെ നമുക്ക് 1 എന്നാണ് കിട്ടിയത്, 1 കിട്ടണം. അത്തരത്തിലൊരു എ ഇൻവേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അന്നേരം അതിനെന്താണ് ഐഡിയ? അത് നമുക്ക് 1 എന്നാണ് കിട്ടാനുള്ളത്. ഓക്കെ, അത് എ എന്ന് പറയുന്ന എലമെൻറ്റിന് ഏതോ ഒരു എലമെൻറ്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടണം. അത്തരത്തിലൊരു എലമെൻറ്റാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഓക്കെ, അന്നേരം രണ്ട് എലമെൻറ്റുകൾ തമ്മിലുള്ള സ്റ്റാർ എന്താണെന്നുള്ളത് നമുക്ക് ആലോചിക്കാം ആദ്യം. രണ്ട് എലമെൻറ്റുള്ള സ്റ്റാർ ഈ പറയപ്പെട്ട ക്വസ്റ്റ്യനിൽ ഡെഫിനിഷൻ പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ് ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റ് എന്താണെന്ന് നമുക്കറിയില്ല, വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടാനുള്ളത്.
അന്നേരം മോഡ് എയുടെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും 1 കിട്ടുന്നത്? സ്വാഭാവികമായിട്ട് ചിന്തിക്കുക, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 1/mod a എടുത്താൽ മതി, ശരിയല്ലേ? സോ 1/mod a ആയിരിക്കും അങ്ങനെയെങ്കിൽ റൈറ്റ് ഇൻവേഴ്സ് ആയിട്ട് വരാനുള്ള സാധ്യത. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അത് എ സ്റ്റാർ ഓഫ് 1/mod a ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എ സ്റ്റാർ ഓഫ് 1/mod a എന്താ വരും? എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ്, എയുടെ മോഡുലസ്, ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റ് എന്താണ്? 1/mod a. അവിടെ mod a ക്യാൻസൽ ആവും, ബാക്കി 1 എന്ന് വരും. 1 ആണ് നമുക്കിപ്പോൾ ഐഡൻറ്റിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ 1/mod a എന്ന് പറയുന്നത് റൈറ്റ് ഇൻവേഴ്സ് ആണെന്ന് നമുക്ക് ക്ലിയറായി. അന്നേരം ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട്, 1 ആണ്. ഏത് എലമെൻ്റ് എടുത്താലും 1/mod a റൈറ്റ് ഇൻവേഴ്സ് ആണെന്ന് കിട്ടി. അന്നേരം ആ ക്വസ്റ്റിൻ്റെ ഉത്തരം കഴിഞ്ഞു. ഇനി ഈ ആർ സ്റ്റാർ ഗ്രൂപ്പാണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. ആർ സ്റ്റാർ ഈ പറയപ്പെട്ട ഓപ്പറേഷനിൽ ഗ്രൂപ്പാണ്. ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സിസ്റ്റൻസ് ഓഫ് ലെഫ്റ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് യുണീക്കായിരിക്കണം. ഓക്കെ, യുണീക്കായിരിക്കണം. അത് 1 മാത്രമാണോ ഇവിടുത്തെ ലെഫ്റ്റ് ഇൻവേഴ്സ്? ഓക്കെ, അല്ലെങ്കിൽ 1/mod a എന്ന് പറയുന്ന റൈറ്റ് ഇൻവേഴ്സ് ആണ്, അത് തന്നെയാണോ ലെഫ്റ്റ് ഇൻവേഴ്സ്? ഓക്കെ, അത് യുണീക്കാണോ എന്നുള്ള ചോദ്യങ്ങൾ വരും. ഓക്കെ, അതുകൂടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, 1 മാത്രമല്ല ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അതിൽ നിന്ന് വെച്ച് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കാര്യം ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ് എടുക്കുകയല്ലേ ചെയ്യുന്നത് ഓപ്പറേഷൻ. എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ ആദ്യത്തെ എലമെൻറ്റിൻ്റെ മോഡുലസ് ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ മോഡുലസ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ 1ന് പകരം -1 എടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ -1 സ്റ്റാർ എ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതായത് ഡെഫിനിഷൻ പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ് ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റ്. മോഡ് -1 എന്താണ്? 1 ആണ്. 1 ഇൻറ്റു എ എന്താണ്? എ ആണ്. അന്നേരം ലെഫ്റ്റിൽ -1 എടുത്തപ്പോഴും എ തന്നെ കിട്ടി, 1 എടുത്തപ്പോഴും, അതായത് 1 സ്റ്റാർ എ എന്ന് പറയുന്നതും എ ആണ്, -1 സ്റ്റാർ എ എന്ന് പറയുന്നതും എ തന്നെയാണ്. അന്നേരം ഈ ഒരു എലമെൻ്റ് എടുത്താൽ അതിന് ഒന്നിൽ കൂടുതൽ ഇൻവേഴ്സ് ഉണ്ട്, ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ലെഫ്റ്റ് ഇൻവേഴ്സ് ദാറ്റ് മീൻസ് യുണീക്ക് അല്ല ലെഫ്റ്റ് ഇൻവേഴ്സ്. ഓക്കെ, ലെഫ്റ്റ് ഇൻവേഴ്സ് യുണീക്ക് അല്ല എന്നുണ്ടെങ്കിൽ അതെന്തല്ല, ഗ്രൂപ്പല്ല. അന്നേരം ഈ ഒരു കൗണ്ടർ എക്സാമ്പിൾ പ്രകാരം തന്നെ നമുക്ക് ഇത് ഗ്രൂപ്പല്ല എന്ന് പറയാവുന്നതാണ്. ഇതല്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇൻവേഴ്സ് വെച്ചിട്ട് നമുക്കിതിനെ ഇത് ഗ്രൂപ്പല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം 2 എന്ന് പറയുന്നൊരു എലമെൻ്റ് എടുക്കുന്നു, അതിൻ്റെ ലെഫ്റ്റ് ഇൻവേഴ്സ് 1/2 ആണെന്ന് എടുക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിക്കുന്നുള്ളൂ. ഞാനിപ്പം ഐഡൻറ്റിറ്റിയുടെ കേസ് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇൻവേഴ്സിലും എന്തായാലും ഫെയിലാകുന്നു എന്നുള്ളത് പറയുകയാണ്. ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചാൽ മതി നിങ്ങൾക്ക് ഗ്രൂപ്പ് അല്ല എന്ന് തെളിയിക്കാനായിട്ട്, ഇൻവേഴ്സിൻ്റെയോ ഐഡൻറ്റിറ്റിയുടെയോ. അന്നേരം 1/2 എന്ന് പറയുന്നതിൻ്റെ ലെഫ്റ്റ് ഇൻവേഴ്സാണ് 1/2 എന്ന് എടുക്കുന്നു. ഓക്കെ, ഞാനതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എ സ്റ്റാർ ബി എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെൻ്റ് മോഡുലസ് ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റ്. മോഡ് 1/2 തന്നെയാണ്. അന്നേരം 1/2 ഇൻറ്റു 2 1 എന്ന് വരും. ഐഡൻറ്റിറ്റി 1 ആണല്ലോ, 1 ആണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് പ്രകാരം ഞാൻ എഴുതിയിരിക്കുന്നത്. അന്നേരം 2ൻ്റെ ലെഫ്റ്റ് ഇൻവേഴ്സ് 1/2 ആണെന്ന് കിട്ടി. ഇനി ഞാൻ -1/2 എടുക്കുന്നു. ഓക്കെ, 2ൻ്റെ ലെഫ്റ്റ് ഇൻവേഴ്സ് -1/2 2ൻ്റെ ലെഫ്റ്റ് ഇൻവേഴ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് നോക്കുക, -1/2 സ്റ്റാർ 2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മോഡുലസ്. ഓക്കെ, ഇൻറ്റു 2 എന്ന് വരും. മോഡ് -1/2 എന്താണ്? 1/2 തന്നെ. 1/2 ഇൻറ്റു 2 എന്താണ്? 1 ആണ് വരുന്നത്. സോ 2ന് 2 ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടെന്ന് കിട്ടി, ഒന്ന് 1/2 ഒന്ന് -1/2. ഓക്കെ, അതും എന്തല്ല ഇൻവേഴ്സ് ആകാനുള്ള ഗ്രൂപ്പിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാര്യം ഇൻവേഴ്സും ഐഡൻറ്റിറ്റി എല്ലാം യുണീക്കാണ് നമ്മൾ പ്രോപ്പർട്ടിയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ യുണീക്ക് അല്ലെന്നാണ് കിട്ടുന്ന. സോ അത് പ്രകാരം എന്താവില്ല, ആർ സ്റ്റാർ എന്ന് പറയുന്ന സെറ്റ് ഈ പറയപ്പെട്ട ഓപ്പറേഷനിൽ എന്ത് ഫോം ചെയ്യില്ല? ഗ്രൂപ്പ് ഫോം ചെയ്യില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഇന്ന് ചെയ്ത ആദ്യത്തെ പ്രോബ്ലം, അതിനൊരു ആപ്ലിക്കേഷനാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഒരു ജി എന്ന് പറയുന്നൊരു സെറ്റ്, സ്റ്റാർ എന്ന് പറയുന്നൊരു ബൈനറി ഓപ്പറേഷൻ, അത് അസോസിയേറ്റീവാണ്. അതുകൂടാതെ അതിന് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട് GL2 ആൻഡ് ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ട് GL2. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സെറ്റ് ഗ്രൂപ്പാകും എന്നല്ലേ നമ്മൾ ആദ്യം തെളിയിച്ചത്. ഓക്കെ, അന്നേരം അസോസിയേറ്റീവ് ആകണം, ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം, അത് യുണീക്കായിരിക്കണം, ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം, അത് യുണീക്കായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അന്നേരം ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് എ നോൺ എംപ്റ്റി സെറ്റ് G ടുഗദർ വിത്ത് ആൻ അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ G സച്ച് ദാറ്റ് A star X equal to B and Y star A equal to B have solutions in G for every A, B belongs to G is a group. ഓക്കെ, G എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. സ്റ്റാർ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷനാണ്, അത് അസോസിയേറ്റീവ് ആണെന്നും സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. സച്ച് ദാറ്റ് അതുകൂടാതെ A star X equal to B എന്ന് പറയുന്നൊരു ലീനിയർ ഇക്വേഷൻ, Y star A equal to B എന്ന് പറയുന്നൊരു ലീനിയർ ഇക്വേഷൻ. ഓക്കെ, ഈ രണ്ട് ലീനിയർ ഇക്വേഷൻസിനും
ജി എന്ന് പറയുന്ന സെറ്റിൽ സൊല്യൂഷനുണ്ട് ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു ജി. ഇവിടെ എയ്ക്കും ബിക്കും നിങ്ങൾ ജിയിലുള്ള ഏത് എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഈ രണ്ട് ഇക്വേഷനും ജിയിൽ തന്നെ സൊല്യൂഷനുണ്ട് എന്ന് കൃത്യമായിട്ടിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. ഓക്കെ, ഈ തരത്തിൽ അസോസിയേറ്റ് ഒരു ജി എന്ന് പറയുന്നൊരു സെറ്റ്, സ്റ്റാർ എന്ന് പറയുന്നൊരു അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷനാണ്. അതുകൂടാതെ ഈ പറയപ്പെട്ട രണ്ട് കാര്യങ്ങളൂടി സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ജി ഗ്രൂപ്പാണ് എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ജി ഗ്രൂപ്പാണെന്ന് തെളിയിക്കാനായിട്ട് നമുക്കറിയാം ഗ്രൂപ്പിൻ്റെ ഇപ്പം 3 കണ്ടീഷൻ G1 G2 G3 ആണ്. ഓക്കെ, അത് തെളിയിക്കുന്നതിന് പകരം ഇന്നത്തെ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് ഗ്രൂപ്പാണെന്ന് തെളിയിക്കാൻ ഈ 3 കാര്യങ്ങൾ മാത്രവും മതിയാകും എന്നുള്ളതാണ്. അതായത് സ്റ്റാർ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്, അതുപോലെ തന്നെ ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയും ലെഫ്റ്റ് ഇൻവേഴ്സും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് യുണീക്കാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും എന്തായിരിക്കും, അത് ഗ്രൂപ്പായിരിക്കും. ഓക്കെ, അത്രമാത്രം തെളിയിച്ചാലും മതിയാകും. റൈറ്റ് ഇൻവേഴ്സും റൈറ്റ് ഐഡൻറ്റിറ്റിയും ലെഫ്റ്റ് ഇൻവേഴ്സും ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ട് എങ്കിൽ, അത് യുണീക്കും ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഐഡൻറ്റിറ്റിയും റൈറ്റ് ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ തെളിയിച്ചു. അതുകൊണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രകാരം അസോസിയേറ്റീവ് ആണെന്നും അതുപോലെ തന്നെ ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയും ലെഫ്റ്റ് ഇൻവേഴ്സും ഉണ്ട് എന്ന് മാത്രം തെളിയിച്ചാലും മതിയാകും, ഗ്രൂപ്പാകാൻ അത്രയും മതിയാകും എന്നുള്ളതാണ് ആ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് നമുക്കിത് ഗ്രൂപ്പ് തെളിയിക്കാനായിട്ട് ഈ പറയപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി അസോസിയേറ്റീവ് എന്നിവിടെ തന്നിട്ടുണ്ട്. അവിടെ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ലെഫ്റ്റ് ഇൻവേഴ്സും നമ്മൾ തെളിയിച്ചാൽ മതിയാകും. ഒന്ന് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എനഫ് ടു ഷോ ദാറ്റ് ദെയർ ഈസ് എ ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആൻഡ് ദാറ്റ് ഈച്ച് എലമെൻറ്റ് ഹാസ് എ ലെഫ്റ്റ് ഇൻവേഴ്സ്. ഓൾറെഡി പറഞ്ഞു. ഇനി എ എന്ന് പറയുന്നത് ഞാൻ ഗ്രൂപ്പിലൊരു എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു. എ എന്ന് പറയുന്നത് കാര്യം നോൺ എം ഡി ആണെന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഗ്രൂപ്പിൽ എലമെൻറ്റ് ഉണ്ടായിരിക്കും. സോ എ എന്ന് പറയുന്ന എലമെൻറ്റ് ചൂസ് ചെയ്തു. ഇനി അതുകൂടാതെ നമുക്ക് തന്നിരിക്കുന്നത് എ സ്റ്റാർ എക്സ് ഈക്വൽ ടു ബി ആണ് എന്ന് തന്നിട്ടുണ്ട്. ഹാസ് സൊല്യൂഷൻസ് ഇൻ ജി. ഈ ഇക്വേഷന് ജിയിൽ സൊല്യൂഷൻ ഉണ്ട്. എയ്ക്കും ബിക്കും എന്ത് തന്നെ ജിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാലും അതിന് സൊല്യൂഷൻ ഉണ്ട്. സിമിലർലി അതുപോലെ തന്നെ വൈ സ്റ്റാർ എ ഈക്വൽ ടു ബിക്കും ജിയിൽ സൊല്യൂഷൻ ഉണ്ട് ഫോർ എവരി എ കോമ പി ബിലോങ്സ് ടു ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, നമുക്ക് ആദ്യം ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയാണ് ഞാൻ തെളിയിക്കാൻ പോകുന്നത്. അതിന് ഓൾറെഡി ഇക്വേഷൻ 2 പറയുന്നത് വൈ സ്റ്റാർ എ ഈക്വൽ ടു ബി എന്ന് പറയുന്നത്, ഒന്ന് മനസ്സിലായിക്കോണേ, കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ വരാം. വൈ സ്റ്റാർ എ ഈക്വൽ ടു ബിക്ക് ജിയിൽ സൊല്യൂഷൻ ഉണ്ട്. എയ്ക്കും ബിക്കും എന്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാലും ജിയിൽ സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇവിടെ എയ്ക്കും ബിക്കും നിങ്ങൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ബിക്ക് പകരം ഞാൻ എ എന്ന് ചൂസ് ചെയ്യുന്നു. ഓക്കെ, കാര്യം ഇതിന് വരെ എന്ത് കൊടുത്താലും സൊല്യൂഷൻ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് കൊടുക്കാം. ഓക്കെ, ഞാൻ ബിക്ക് പകരം എ എന്ന് കൊടുത്തു. അന്നേരം ബിക്ക് വരെ എ കൊടുത്താൽ ഈ ഇക്വേഷൻ വൈ സ്റ്റാർ എ ഈക്വൽ ടു എ എന്നാകുമല്ലോ. ഓക്കെ, അന്നേരം വൈ സ്റ്റാർ എ ഈക്വൽ ടു എയ്ക്കും എന്തായാലും എന്തുണ്ടായിരിക്കും, സൊല്യൂഷൻ ഉണ്ടായിരിക്കും. കാര്യം എന്ത് കൊടുത്താലും സൊല്യൂഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വൈ സ്റ്റാർ എ ഈക്വൽ ടു എയ്ക്കും വൈ സ്റ്റാർ എ ഈക്വൽ ടു എ എന്ന് പറയുന്ന ഇക്വേഷനും എന്തായാലും ജിയിൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, വൈയുടെ വാല്യൂ ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ വൈയുടെ വാല്യൂ, അതായത് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ഇ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അന്നേരം ഇ എന്ന് ഡിനോട്ട് ചെയ്യുമ്പം ഇതെങ്ങനെ മാറും, ഈ ഇക്വേഷൻ എങ്ങനെ മാറും, ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്ന് വരും. ഓക്കെ, ഇ സ്റ്റാർ എ ഈക്വൽ ടു എ. അതായത് ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാം. ഇതൊരു ഒരു എലമെൻറ്റ്, ഏതൊരു എലമെൻ്റ് എടുത്താലും അതിൻ്റെ ലെഫ്റ്റിൽ ഒരു ഫിക്സഡ് എലമെൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ എലമെൻറ്റ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലെഫ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അന്നേരം ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്ന് കിട്ടി. അന്നേരം ഒരു ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയുടെ പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. ഓക്കെ, അന്നേരം ഇത് ഇ സ്റ്റാർ എ ഈക്വൽ ടു എ ഫോർ എവരി എ ബിലോങ്സ് ടു ജി. ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റിനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ തന്നെയാണ് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി. അതായത് നമ്മൾ അതാണ് ഒന്ന് തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇ സ്റ്റാർ എ ഈക്വൽ ടു എ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഞാൻ അടുത്ത് തെളിയിക്കാൻ പോകുന്നത് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി, ഈ ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയാണ് തെളിയിക്കാൻ പോവുകയാണ്. അത് ഇ സ്റ്റാർ ബി ഈക്വൽ ടു ബി ഫോർ എനി ബി ബിലോങ്സ് ടു ജി. ഈ ജിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും ഇയുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബി തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഈനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ആണെന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത് തെളിയിക്കാൻ പോകുന്നത്. ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് തെളിയിക്കാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ 1 ഞാൻ ചൂസ് ചെയ്യുന്നു. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എ സ്റ്റാർ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ളതാണ്. ഇക്വേഷൻ 1 എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. എ സ്റ്റാർ എക്സ് ഈക്വൽ ടു ബി, ഇതാണ് ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1 പറയുന്നത് എ സ്റ്റാർ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഈ ഇക്വേഷന് ജിയിൽ സൊല്യൂഷൻ ഉണ്ട് ഫോർ എനി എ കോമ ബി ബിലോങ്സ് ടു. എയ്ക്കും ബിക്കും നിങ്ങൾ എന്ത് കൊടുത്താലും ഈ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൽ ഈ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സിന് വാല്യൂ ഉണ്ട് എന്നാണ് അർത്ഥം.
ഓക്കെ, അന്നേരം ആ എക്സിൻ്റെ വാല്യൂ, അതായത് ഈക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജിയിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ജിയിൽ നിന്ന് ഞാൻ ഒരു സൊല്യൂഷൻ എടുക്കുന്നു, അത് എക്സിൻ്റെ വാല്യൂ ചൂസ് ചെയ്യുന്നു, സി എന്നെടുക്കുന്നു. ഓക്കെ, ആ സൊല്യൂഷൻ സി എന്നെടുക്കും. അങ്ങനെയെങ്കിൽ എക്സിന് വരെ നിങ്ങൾക്ക് സി എന്ന് കൊടുക്കാമല്ലോ. അത് എ സ്റ്റാർ സി ഈക്വൽ ടു ബി എന്ന് വരും. ശരിയല്ലേ? ഇക്വേഷൻ 1. സോ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇക്വേഷൻ 1 ആണ് ഈ തന്നിരിക്കുന്നത്. ഈ 1 എന്ന് പറയുന്ന സാധനത്തിൽ ജിയിൽ സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സിന് വാല്യൂ ഉണ്ട് എന്നാണ് അർത്ഥം. ആ എക്സിൻ്റെ വാല്യൂ ജിയിൽ നിന്ന് ഞാൻ സി എന്ന് ചൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, നൊട്ടേഷനാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അന്നേരം സി എന്ന് പറയുന്നൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ എടുത്തു. സോ എക്സിനോട് സി കൊടുക്കുമ്പോൾ എ സ്റ്റാർ സി ഈക്വൽ ടു ബി എന്നിട്ട് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഓക്കെ, നമുക്ക് തെളിയിക്കാനുള്ളത് ഇ സ്റ്റാർ ബി എന്ന് പറയുന്ന സാധനം എന്തെന്ന് തെളിയിക്കണം? ബി എന്ന് തെളിയിക്കണം. അതാണ് നമ്മളുടെ ജോലി. ഞാൻ ഇ സ്റ്റാർ ബി എന്ന് എടുത്തെഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ ഓഫ് ബിക്ക് പകരം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാമല്ലോ, എ സ്റ്റാർ സി എന്ന് കൊടുക്കാമല്ലോ. കാര്യം എ സ്റ്റാർ സി ബിക്ക് തുല്യം, എ സ്റ്റാർ സി എന്ന് കൊടുത്തു. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് എ സ്റ്റാർ ഓഫ് ബി സ്റ്റാർ സി നമുക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് എഴുതാമല്ലോ. ഓക്കെ ആണല്ലോ. വീണ്ടും ഇ സ്റ്റാർ എ എന്നുള്ളത് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? എ എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ഇക്വേഷൻ നമ്പർ 3. അതിനൊരു എ എന്ന് കൊടുക്കാമല്ലോ. അന്നേരം എ സ്റ്റാർ സി എന്ന് വന്നു ഈ സാധനം. എ സ്റ്റാർ സി എന്ന് വെച്ചാൽ എന്താണ്? ബി ആണ്. അന്നേരം ബി എന്ന് കിട്ടി. സോ ഇ സ്റ്റാർ ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ബി എന്ന് കിട്ടി. ഫോർ എവരി ബി ബിലോങ്സ് ടു ജി. അന്നേരം ഏതൊരു ബി എടുത്തു കഴിഞ്ഞാലും ഇ സ്റ്റാർ ബി തന്നെയാണ്. സോ ഇ എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് ഐഡൻറ്റിറ്റിയാണ്. അന്നേരം ലെഫ്റ്റ് ഐഡൻറ്റിറ്റി കിട്ടി. ഇനി ലെഫ്റ്റ് ഇൻവേഴ്സ് കൂടി ഉണ്ടെന്ന് തെളിയിച്ചാൽ മതി. പ്രൂഫ് ഓക്കെ ആയി. ഓക്കെ, ലെഫ്റ്റ് ഇൻവേഴ്സ് വളരെ എളുപ്പമാണ്. ഫോർ ഈച്ച് എ ബിലോങ്സ് ടു ജി, ജിയിലെ ഏതൊരു എ എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ഓൾറെഡി ഇക്വേഷൻ 2 പറയുന്നത് ഇങ്ങനെയാണ്. അത് വൈ സ്റ്റാർ എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷന് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സൊല്യൂഷൻ ഉണ്ട് ഫോർ എനി എ കോമ ബി ബിലോങ്സ് ടു ജി. എയ്ക്കും ബിക്കും ജിയിൽ നിന്ന് എന്ത് കൊടുത്താലും സൊല്യൂഷൻ ഉണ്ടെന്നാണ്. ഇപ്പം നമുക്ക് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് കിട്ടിയേ. ഓക്കെ, ഞാൻ ഈ ബിക്ക് പകരം ഇ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുവാണ്. ഓക്കെ, ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ജിയിലുണ്ട് എന്ന് നമ്മൾ തെളിയിച്ച് കഴിഞ്ഞു. ഓക്കെ, അന്നേരം ഈ ഐഡൻറ്റിറ്റി ആണെന്നുള്ള കാര്യം ക്ലിയറായി. ഓക്കെ, അന്നേരം ബിക്ക് പകരം ഞാൻ ഇ എന്ന് കൊടുക്കുന്നു. കാര്യം ജിയിലുള്ള ഏത് കൊടുത്താലും ഇതിന് സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വൈ സ്റ്റാർ എ ഈക്വൽ ടു ഇക്കും എന്തായാലും സൊല്യൂഷൻ ഉണ്ടായിരിക്കും എന്നർത്ഥം. ഓക്കെ, വൈ സ്റ്റാർ എ ഈക്വൽ ടു ഇക്കും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതായത് എയുടെ ലെഫ്റ്റിൽ ഒരു വൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇ കിട്ടുന്നുണ്ട്. ഓക്കെ, എയുടെ ലെഫ്റ്റിൽ വൈ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇ കിട്ടുന്നുണ്ട്. വൈ എന്ന് വെച്ചാൽ എന്താണ്? സൊല്യൂഷനാണ്. ഇവിടെയുള്ള സൊല്യൂഷനാണ്, ജിയിലെ സൊല്യൂഷനാണ്. അതായത് ജിയിലുള്ള ഒരു എലമെൻറ്റ് കൊണ്ട് എയിന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇ കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. അതായത് എയ്ക്ക് എന്തുണ്ട്? ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടെന്ന് അർത്ഥം. സോ അതിന് ഞാൻ എ ഡാഷ് എന്ന് വിളിച്ചു. ഓക്കെ, അതായത് വൈക്ക് പകരം ഞാൻ എ ഡാഷ് കൊടുക്കുന്നു. സോ എ ഡാഷ് സ്റ്റാർ എ ഈക്വൾ ടു ഇ എന്ന് കിട്ടി. അതായത് ഏതൊരു എ എന്ന് പറയുന്ന എലമെൻറ്റ് ജിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിന് എ ഡാഷ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? എയുടെ ലെഫ്റ്റ് ഇൻവേഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ ആയിട്ടും റൈറ്റ് ഇൻവേഴ്സ് തന്നെയായിരിക്കും. ഓക്കെ, അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇന്ന് ചെയ്ത ആദ്യത്തെ പ്രോബ്ലം ഉണ്ടല്ലോ, അതുപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. അത് വിച്ച് ഈസ് ഈക്വൾ ടു എ സ്റ്റാർ എ ഡാഷ് എന്നുകൂടി തെളിയിക്കാം. ഓക്കെ, ഇനി ഈ എ ഡാഷ് എന്ന് പറയുന്നത് യുണീക്കാണോ? അത് യുണീക്കും ആണെന്ന് നമുക്ക് തെളിയിക്കാം. യുണീക്കം തെളിയിക്കാൻ എന്താണ്? യുണീക്ക്നെസ് ഓഫ് ഇൻവേഴ്സ് നമ്മൾ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തായിരുന്നല്ലോ. ഇപ്പോൾ എ ഡാഷ് ആണല്ലോ ലെഫ്റ്റ് ഇൻവേഴ്സ് എന്നും റൈറ്റ് ഇൻവേഴ്സ് എന്നും, എ ഡാഷ് ഇൻവേഴ്സ് ആണെന്ന് കിട്ടിയല്ലോ. ഇത് യുണീക്കാണെന്ന് തെളിയിക്കാൻ ഇതുപോലെ മറ്റൊന്നുകൂടി ഉണ്ടെന്ന് എടുക്കുന്നു. എ ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ഇൻവേഴ്സ് ഉണ്ടെന്ന് എടുക്കുന്നു. എ ഡബിൾ ഡാഷ് സ്റ്റാർ എ എന്ന് പറയുന്നതും അതുപോലെ തന്നെ എ സ്റ്റാർ എ ഡബിൾ ഡാഷ് എന്ന് പറയുന്നതും ഇ ആണെന്ന് എടുക്കുന്നു. എന്നിട്ട് ഇത് ഈക്വേറ്റ് ചെയ്ത് ബാക്കി പരിപാടികൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. അന്നേരം എ ഡാഷ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഇൻവേഴ്സ് ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അന്നേരം നമുക്ക് ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് കിട്ടി, ലെഫ്റ്റ് ഇൻവേഴ്സ് ഉണ്ടെന്ന് കിട്ടി. ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ലെഫ്റ്റ് ഇൻവേഴ്സും ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടും ഇന്ന് ചെയ്ത ആദ്യത്തെ പ്രോബ്ലം പ്രകാരം ഇതെന്തായിരിക്കും? ഇത് ഗ്രൂപ്പ് ഫോം ചെയ്യും. ക്ലിയർ ആണല്ലോ? സോ ജി എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ എന്താണ്? ഗ്രൂപ്പാണ്. അന്നേരം ഈ പ്രോബ്ലം എക്സാമിനേഷൻ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് ചെയ്ത ആദ്യത്തെ പ്രോബ്ലം ആണല്ലോ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻ ആണല്ലോ. അന്നേരം ആദ്യം നിങ്ങൾ ഈ ചോദ്യം എക്സാമിനേഷൻ ചോദിക്കുമ്പം തിയറം എന്നും പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എഴുതണം നിങ്ങൾ ആദ്യം. ഓക്കെ, കാര്യം ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അതറിയണമല്ലോ പേപ്പർ നോക്കുന്ന ആളിന്. ഓക്കെ, നമ്മൾ ഇപ്പോൾ അവസാനം ചെയ്ത പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എക്സാമിനേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തിയറം എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എഴുതി വെക്കുക. ഓക്കെ, എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് എഴുതരുത്. ഈ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എഴുതുമ്പോഴത്തേക്ക് എ സെറ്റ് ജി എന്ന് പറഞ്ഞ് എ സെറ്റ് ജി ടുഗദർ വിത്ത് ആൻ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഈ സാധനം എഴുതി ഈ കണ്ടീഷൻ ഈസ് എ ഗ്രൂപ്പ്.
ഇത് ഗ്രൂപ്പാണ്, ഈ 3 കാര്യങ്ങൾ സംഭവിച്ചാൽ ഗ്രൂപ്പാണ് എന്നുള്ളതാണ് നമുക്ക് ക്ലിയറാണ്. ഓക്കെ, അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അന്നേരം ഇത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയതിന് ശേഷം വേണം നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അന്നേരം ഇതിൻ്റെ സൊല്യൂഷൻ എഴുതി അവസാനം എന്താ ഇങ്ങനെ ഇത്ര എഴുതുന്നു, ഇൻവേഴ്സും ലെഫ്റ്റ് ഐഡൻറ്റിറ്റി ലെഫ്റ്റ് ഇൻവേഴ്സും കിട്ടിയെന്ന് പറയുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ തിയറം എന്ന് എഴുതിയാൽ തിയറത്തിന് തിയറം 1 എന്നോ തിയറം 2 എന്നോ എന്തെങ്കിലും കൊടുക്കുക, എന്നിട്ട് എഴുതുക ഹെൻസ് ബൈ തിയറം 1 ഓക്കെ G സ്റ്റാർ ഈസ് എ ഗ്രൂപ്പ് എന്ന് കൺക്ലൂഡ് ചെയ്ത് വെക്കുക. ഓക്കെ, എക്സാമിനേഷൻ എഴുതുമ്പോൾ അതിൻ്റേതായ ഒരു വൃത്തി വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി അത് എഴുതിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്കൊക്കെ തരും, അങ്ങനെ കുറയ്ക്കാനൊന്നും സാധ്യതയില്ല. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഭംഗി വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അന്നേരം കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ചെയ്തത്. ഒന്ന് എഴുതിയൊക്കെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.